ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ വർഷത്തെ ശിവരാത്രിക്ക് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് പൂർണ്ണമായി നടക്കും. വ്രതത്തോടുകൂടിയും ശുദ്ധിയോടുകൂടിയും എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും ആ കാര്യം ആ വർഷം തന്നെ നടക്കും. നമശിവായ എന്ന് പറഞ്ഞ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് അലിയുന്നൊരു നിമിഷമാണ് മഹാശിവൻ. ഓം നമശിവായ എന്ന് പറഞ്ഞ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും തുല്യമായി ഭഗവാനിലേക്ക് ലയിച്ച് നമുക്ക് തന്നെ ഒരു ഉണർവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം നമ ശിവായ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ശിവരാത്രി ഉത്സവം, അതായത് മഹാശിവരാത്രി. ഈ കുംഭമാസത്തിലെ മഹാശിവരാത്രിക്ക് നമുക്ക് എങ്ങനെ വ്രതമെടുക്കാം, എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ മന്ത്രങ്ങളാണ് നമ്മൾ ഉരുവിടേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഈ വർഷത്തെ മഹാശിവരാത്രി എന്ന് പറയുന്നത് ഈ വരുന്ന ഞായറാഴ്ച 15-ാം തീയതിയാണ്. കുംഭമാസത്തിലെ തന്നെ 3-ാമത്തെ ദിവസം. കുംഭം 1 പറയുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. അതിൻ്റെ പിറ്റേ ദിവസം പ്രദോഷമാണ്. അതിൻ്റെ പിറ്റേ ദിവസമാണ് മഹാശിവരാത്രിയായിട്ട് നമ്മൾ ഭഗവാനെ സ്തുതിച്ച് പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെയോടുകൂടി മഹാശിവരാത്രി സമാപിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് തിരുമേനി? അപ്പോൾ തിരുമേനി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞ് കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു, അതുപോലെ മെസ്സേജ് അയക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഉപകാരമാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ശിവരാത്രി എന്ന് പറയുന്നത് മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് നമ്മൾ ശിവരാത്രിയായിട്ട്, മഹാകുംഭ ശിവരാത്രിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ ശിവനിലേക്ക് അലിയുന്നൊരു നിമിഷം, അതായത് ഭഗവാനിലേക്ക് ഓം നമ ശിവായ അല്ലെങ്കിൽ നമശിവായ എന്ന് പറഞ്ഞ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് അലിയുന്നൊരു നിമിഷമാണ് മഹാശിവരാത്രിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആഘോഷമാണ്, അതിലൊരു പ്രാർത്ഥനയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കറക്റ്റായിട്ടൊക്കെ അത് ഉപവാസം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഭഗവാനിലേക്ക് ലയിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2026 2027 നമ്മുടെ ശിവരാത്രി ആവുന്നവരെ നമ്മുടെ കാര്യം ഭഗവാൻ നോക്കിക്കോളും. നിങ്ങൾക്ക് ഒരു തടസ്സവും കാര്യങ്ങളും ഒന്നും വരില്ല. ഗൃഹത്തിലാണെങ്കിൽ ഐശ്വര്യവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും കാര്യങ്ങളും എല്ലാം. അപ്പം അതാണ് മഹാശിവരാത്രി ദിവസം നമ്മൾ വ്രതത്തോടുകൂടി ശിവനെയും പാർവതിയെയും കൂടി, അങ്ങനെയും കൂടി പറയാം. എന്നാലും നമ്മൾ മഹാദേവനെയാണ് ഇപ്പോഴും അല്ലേ, നമശിവായ എന്ന മന്ത്രത്താലാണ് നമ്മൾ ഭഗവാനെ മനസ്സിൽ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നാടെങ്ങും പല ക്ഷേത്രങ്ങളും ശിവരാത്രി ഉത്സവം കാര്യങ്ങളൊക്കെ ഇപ്പം ഉടനെ കൊടികയറുന്നതാണ്. ചില ക്ഷേത്രങ്ങളിൽ കൊടികയറി, കഴിഞ്ഞ വെള്ളിയാഴ്ച കൊടികയറി 10 ദിവസോത്സവം ഉണ്ടാവും. ചില ക്ഷേത്രങ്ങളിൽ 8 ദിവസോത്സവമാണ്. എങ്കിൽ പോലും നമ്മൾ ഭഗവാനെ, ഉത്സവത്തിൻ്റെ ഒരു ഘോഷം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിലാണ് കൂടുതലായിട്ട് ഭഗവാനിലേക്ക് അലിയേണ്ട ഒരു നിമിഷം അല്ലേ. ഓം നമ ശിവായ എന്ന് പറഞ്ഞ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും തുല്യമായി ഭഗവാനിലേക്ക് ലയിച്ച് നമുക്ക് തന്നെ ഒരു ഉണർവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. നമ്മളെപ്പോഴും പറയുന്നതാണ് ഓം എന്ന് ജപിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉദരത്തിൽ നിന്ന് തന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് നമ്മൾ പൂർണ്ണതയിലെത്തുന്നു.
അപ്പോൾ എങ്ങനെയാണ് മന്ത്രം ജപിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വ്രതം എടുക്കുമ്പോൾ എന്തൊക്കെ ആഹാരം കഴിക്കാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. അതിലാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ. എല്ലാ പ്രാവശ്യവും നമ്മൾ പറയാൻ നേരത്ത് ശിവരാത്രി ദിവസത്തെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഈ വർഷം തലേ ദിവസം പ്രദോഷം കൂടി വന്നിരിക്കുന്നത് കൊണ്ടും അതിൻ്റെ തൊട്ട് തലേ ദിവസം 1-ാം തീയതി ആയതുകൊണ്ടും നമുക്ക് 3 ദിവസം വ്രതം എടുക്കാൻ നമുക്ക് സാധിക്കും. അതായത് വെള്ളിയാഴ്ച ദിവസം കുംഭം 1-ാം തീയതിയാണ്. അന്ന് നമുക്ക് മുട്ട, മത്സ്യം, മാംസം അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഉപേക്ഷിക്കുന്നതുകൊണ്ട് നല്ലതാണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച ഒരു നേരം അരിയാഹാരം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. രാവിലെ എന്തെങ്കിലും ഉപ്പുമാവോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക. ഉച്ചയ്ക്ക് ചെറുതായിട്ട് അരിയാഹാരം എന്തെങ്കിലും കഴിക്കാം. വൈകുന്നേരം ഈ പറഞ്ഞ ഗോതമ്പ് കഞ്ഞി, ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, പഴങ്ങൾ കഴിച്ച് നമുക്ക് അന്നത്തെ ദിവസം തീർക്കാം. അതായത് ആ ഒരു പ്രദോഷ വ്രതം കൂടിയാകും ആ സമയത്ത്. അപ്പം ഈ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളൊരു കാര്യം കൂടി ചെയ്യണം. ഭഗവാനെ നമിച്ചുകൊണ്ട് ഓം നമഃ ശിവായ മന്ത്രം തന്നെ ജപിച്ചാലും മതി അറിയാത്തവർക്ക്. അതായത് അഷ്ടോത്തരം ഓം ശിവായ നമ, മഹേശ്വരായ നമ, ശംഭവേ നമ, വിനായകനേ നമ, വാമദേവായ നമ, അത് ചൊല്ലാൻ അറിഞ്ഞുകൂടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഓം നമഃ ശിവായ, നമഃശിവായ എന്ന് പറഞ്ഞ മന്ത്രം മാത്രം മതി. നമഃശിവായ എന്ന് പറഞ്ഞ മന്ത്രം മാത്രം ഉരുവിട്ടാൽ മതി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാവും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച രാവിലെ ദിവസങ്ങളിൽ ജലധാര സമർപ്പിക്കുക ഭഗവാനെ. ശിവന് അല്ലെങ്കിൽ മഹാദേവന് ജലധാര സമർപ്പിക്കുക. ശനിയാഴ്ച രാവിലെ ജലധാര സമർപ്പിക്കുക. അതുപോലെ തന്നെ ശിവരാത്രി ദിവസം രാവിലെ ജലധാര സമർപ്പിക്കുക. തിങ്കളാഴ്ച രാവിലെ നിർമ്മാല്യം ഒക്കെ കഴിഞ്ഞ് ഒരു ജലധാര കൂടി സമർപ്പിച്ച് തീർത്ഥം കൂടി മേടിച്ചെങ്കിൽ മാത്രമേ, തീർത്ഥം മേടിച്ച് ആ സമയത്ത് കുടിക്കുക. അപ്പോഴാണ് നമ്മുടെ ശിവരാത്രിയുടെ ആ വ്രതം പൂർണ്ണമാകുകയുള്ളൂ. അങ്ങനെ അതിൻ്റെ അകത്തൊരു പൂർണ്ണത നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യവും, നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ച ആ കാര്യം എല്ലാം റെഡിയാവും. അതുപോലെ തന്നെ ഈ ശിവരാത്രിക്ക് നമ്മൾ വ്രതം പിടിച്ച് ഇങ്ങനെയുള്ളൊരു ജലധാര കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തെ പ്രദോഷം മുഴുവനും നമ്മൾ എടുത്താലും കിട്ടുന്നതിനേക്കാളും ഫലമാണ് നമുക്ക് ഒരു ദിവസം നമ്മൾ ശിവരാത്രിയുടെ അന്ന് വ്രതമെടുത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നുകൂടി അലർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഭഗവാനിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ഈ വർഷത്തെ മഹാകുംഭ ശിവരാത്രി. അപ്പോൾ 1-ാം തീയതി തൊട്ട് തന്നെ 1-ാം തീയതി ഉച്ച തൊട്ട് തന്നെ നമ്മൾ കുറച്ച് വ്രതം കാര്യങ്ങളായിട്ട് ഒക്കെ പോവുക. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച ഒരു നേരം അരിയാഹാരം കഴിക്കുക. ഞായറാഴ്ചയും അങ്ങനെ തന്നെ ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി 2 നേരം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ശിവനിലേക്ക് അലിയാനായിട്ട് ഒന്നെങ്കിൽ ഈ പറഞ്ഞ അഷ്ടോത്തരം ജപിക്കുക, അല്ലെ ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശരിയാവും. അതുപോലെ തന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി, ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി പറയാം. ശരിക്കും 4 യാമ പൂജയാണുള്ളത്. ഒന്ന് ശിവരാത്രി ദിവസം വൈകുന്നേരം ഏകദേശം ഒരു 5:30-6 മണിയാകുമ്പോൾ തുടങ്ങും. ആ യാമപൂജ ശരിക്കും ബ്രഹ്മാവാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഭഗവാന് വേണ്ടിയിട്ട് ബ്രഹ്മാവാണ് വൈകുന്നേരത്തെ ആദ്യത്തെ യാമപൂജ ചെയ്യുന്നത്. രണ്ടാമത്തെ യാമപൂജ എന്ന് പറയുമ്പോൾ ഏകദേശം 9 മണിയോടുകൂടി ആയിരിക്കും ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. അത് ഭഗവാൻ വിഷ്ണു ആണ് ആ യാമപൂജ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ യാമപൂജയാകുമ്പോൾ ഏകദേശം രാത്രിയാവും. അപ്പം പലർക്കും ഒരു 10:30-11 മണിയൊക്കെ ആ നേരത്ത് ഉറക്കം കാര്യങ്ങളൊക്കെ വരും. കാരണം ഒന്നാമതൊരു വ്രതത്തിലാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഭഗവാന്റെ മന്ത്രം ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ എപ്പോഴും വീണ്ടും 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 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
എല്ലാവരും ചിലപ്പോൾ അഷ്ടോത്തരം അല്ലെങ്കിൽ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം അത് ചൊല്ലാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷെ വേണ്ട, നമ്മൾ അറിയില്ലെങ്കിൽ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ അത് മതി. ഭഗവാന് കാര്യങ്ങൾ അറിയാം, നിങ്ങളുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ അറിയാം, അത് മതി. അപ്പം മൂന്നാമത്തെ യാമപൂജ ചെയ്യുന്നത് പാർവതീ ദേവിയാണ്. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കൂടുതലായിട്ട് അലർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക. ആ സമയത്ത് നമ്മുടെ വിവാഹം നടന്നിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. പിന്നെ നമ്മൾ എന്താണോ വിചാരിച്ചിരിക്കുന്ന ആ കാര്യം ഒന്നുകൂടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നാലാമത്തെ യാമപൂജയാണ്. നാലാമത്തെ യാമപൂജ ഏകദേശം 3:30-4 മണിയൊക്കെ ആവും. ഓരോ ക്ഷേത്രങ്ങളുടെ ഇതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഋഷിവര്യന്മാരും അതുപോലെ തന്നെ ദേവന്മാരും ഒക്കെയാണ് ചെയ്യുന്നതെന്നാണ് പണ്ടത്തെ കാര്യങ്ങളിൽ പറയുന്നത്. അങ്ങനെ ഈ 4 യാമപൂജയാണ് ശിവരാത്രിക്കുള്ളത്. ഇതിൻ്റെ ഒരു കഥ തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പാലാഴി മഥനത്തിൽ വാസുകി, അതായത് പാലാഴി അടഞ്ഞെടുക്കുന്ന ഒരു സമയത്ത് വാസുകി എന്ന് പറയുന്ന ഒരു സർപ്പത്തിൽ നിന്നും കാളകൂട വിഷം വന്നപ്പോൾ അത് പുറത്ത് വീണ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും മരിച്ചു പോകും. ആ സമയത്ത് ഭഗവാൻ മഹാദേവൻ നമുക്കെല്ലാം വേണ്ടിയിട്ട് അതെടുത്ത് പാനം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതിരിക്കാനായിട്ട് പാർവതീ ദേവി ഇങ്ങനെ കയറി പിടിച്ചു. ഇങ്ങനെ വെളുക്കുന്നവരെ പാർവതീ ദേവി ഭഗവാന്റെ തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് നമ്മൾ മഹാശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്. ആ സമയത്ത് നമ്മൾ വ്രതത്തോടുകൂടിയും ശുദ്ധിയോടുകൂടിയും എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും ആ കാര്യം ആ വർഷം തന്നെ നടക്കും. അതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. ഓം നമഃ ശിവായ മന്ത്രം ഉരുവിട്ട് തന്നെ നമ്മൾ പ്രദോഷത്തിനും അതുപോലെ 1-ാം തീയതിയും പ്രത്യേകിച്ച് മഹാശിവരാത്രി ദിവസവും കൂടി നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം വേണേലും നടക്കും. അപ്പോൾ ഈ 3 ദിവസവും ജലധാര, ശനി ഞായർ തിങ്കൾ, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഈ 3 ദിവസവും ഭഗവാന് ശിവന് ജലധാര സമർപ്പിക്കുക. പിന്നെ ചിലർ കൂവളത്ത് മാലയൊക്കെ സമർപ്പിക്കും, അതും നല്ലതാണ്. ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഈ വർഷത്തെ ശിവരാത്രിക്ക് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് പൂർണ്ണമായി നടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിച്ച് ഈ പറഞ്ഞ അടുത്ത ഞായറാഴ്ച ശിവരാത്രി മഹാകുംഭ ശിവരാത്രിയായി തന്നെ ആഘോഷിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. ഓം നമഃ ശിവായ. ജീവേഷ്.